ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് അപ്രതീക്ഷിതമായി വളരെ ധനം വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ്. വിശദമായിട്ട് പറയുന്നുണ്ട്, മുഴുവൻ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അതിനു മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ആ വീഡിയോയിലേക്ക് വിശദമായിട്ട് വരാം. നിങ്ങൾക്കത് പ്രയോജനം ഉണ്ടാവും. അതായത് ഒരു ആൾ വാട്സാപ്പിൽ ഒരു മിനിറ്റ് പോലും ഇല്ല, വളരെ ചുരുങ്ങിയ സമയത്തുള്ളിൽ ഞാനത് പറയാം. എന്നിട്ട് ഞാൻ വിശദമായിട്ട് നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞുതരാം. നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ ഒരു അവധൂത സമാധിയിൽ പോയി. അവധൂത സമാധി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതായത് ഗുരുക്കന്മാർ സമാധിയായവ, അതായത് ഈശ്വരന്മാരായി തന്നെ ആയ ഗുരുക്കന്മാർ, അവരുടെ സമാധി സ്ഥലം. ഇപ്പോൾ ഒരു മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞാൽ ശിവപ്രഭാകര സുദ്യോഗി, പൂന്തറ തക്കലസ്വാമി, വട്ടിസ്വാമി, അങ്ങനെയുള്ള ഈശ്വരന്മാരായി തീർന്ന ഗുരുക്കന്മാരുണ്ട്, അവരുടെ സമാധി സ്ഥലങ്ങൾ. അവിടെയൊന്നും അല്ല പോയത്. ഇത് ദൂരെ എവിടെയോ ഒരു സ്ഥലത്താണ് ഒരു അവധൂത സമാധിയിൽ പോയി. അപ്പോൾ അദ്ദേഹം പോയപ്പോൾ അവിടെ ഒരു അമ്മ ഇരിക്കുന്നതാണ്. ആ അമ്മ നല്ലൊരു ഈശ്വരീയമായ അനുഗ്രഹമുള്ള, ഈശ്വരീയമായ ശക്തിയുള്ള ഒരു അമ്മയായിട്ടാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്. ഇദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞ അമ്മ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, പ്രജീഷ് ബി നായരെ അറിയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ മെസ്സേജ് വായിച്ചു നോക്കിയപ്പം തന്നെ, ആ അവധൂത സമാധി എന്ന് വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു, അവിടെ ആരെങ്കിലും എൻ്റെ ഒരു കാര്യം ചോദിക്കും എന്ന്. പക്ഷേ അത് താഴോട്ട് വായിച്ചു വന്നപ്പോൾ അത് തന്നെയാണ്. എനിക്കത് വളരെ ഒരു ഇതായിട്ട് തോന്നി. അപ്പോൾ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇങ്ങോട്ട് ചോദിക്കുകയാണ്, പ്രജീഷ് ബി നായരെ അറിയാവുന്ന അവധൂത സമാധിയിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരമ്മ. ഇതൊക്കെ ആ ഒരു ഒരു ഈശ്വരനുമായ ഇത് ഞാൻ കൂടുതൽ അവധൂത സമാധികളിൽ പോയി ധ്യാനിക്കുന്നതാണ്. ഇതെല്ലാം കണക്റ്റഡാണ്. അങ്ങനെ ആ ഈശ്വരനെ ലയിച്ചുള്ള വിദ്യകളാണ് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഗുണം ചെയ്യും. ഞാൻ അവധൂത രഹസ്യം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. ഇനിയും ഒരു വീഡിയോ ആയിട്ട് അവധൂത രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. അത് നടക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അവധൂതമാർക്ക് എന്നാ രഹസ്യമെന്ന്. അത് പറയേണ്ടവർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമുക്കൊക്കെ ഒരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകാറുണ്ട്, നല്ലൊരു യാത്ര പോകുമ്പോൾ സന്തോഷം ഉണ്ടാകാറുണ്ട്, നല്ലൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, ഒരു പാട്ട് ഡാൻസ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സന്തോഷം ഉണ്ടാകാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ സന്തോഷം തീരുകയും ചെയ്യും. പിന്നെ അടുത്ത സന്തോഷത്തിൻ്റെ പുറകെ നടക്കുകയാണ്. ഇന്ന് അവധൂതന്മാർക്ക് അവർക്ക് സന്തോഷം ഉണ്ടാകുന്നുമില്ല, ഇല്ലാതാകുന്നുമില്ല, ഒരു നിത്യ ആനന്ദത്തിലാണ്. അതുകൊണ്ട് നമ്മളെക്കാട്ടിലും ഉയർന്ന തലത്തിലും നമ്മളെക്കാട്ടിലും സന്തോഷവും ആനന്ദവും എന്ന് പറയും. അതായത് അവിടെ വിഷമമില്ല, അതൊരിക്കലും തീരുന്നതുമല്ല. അതായത് ശിവാനന്ദം, നിത്യാനന്ദം അത് അനുഭവിക്കുന്നവരാണ് അവധൂതന്മാർ. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മളും അവധൂതന്മാരുമായിട്ടുള്ള വ്യത്യാസം എന്നാണ്. എത്രയോ ഉയർന്ന തലത്തിൽ ഈശ്വരനായി തീർന്നവരാണ്. അവധൂത ചില രഹസ്യങ്ങളുണ്ട്. ഇപ്പം ചില അവധൂത സമാധികളിൽ പോയി നിങ്ങൾ വ്യാഴാഴ്ച നെയ്വിളക്ക് തെളിയിച്ചാൽ, നിങ്ങളൊരു കടയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ സ്വന്തം ബിസിനസ്സിലേക്ക് വരാൻ പറ്റും. നിങ്ങളുടെ തലവരെ അങ്ങ് മാറും. അതൊരു വീഡിയോ ആയിട്ട് കൂടുതൽ പറഞ്ഞു തരണമെന്ന് വിചാരിക്കുന്നു. എല്ലാം ഈശ്വരൻ്റെ കൃപ പോലെ. ഞാനപ്പോൾ അതിനെക്കുറിച്ചുള്ള നാളുകളെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ മുഴുവൻ കാണുക. പിന്നെ നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യണ വാട്സപ്പ് ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരാം. എന്നിട്ട് നിങ്ങൾ കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാതിരിക്കുക. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ ശരണൂൽ രഹസ്യങ്ങളെ, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത ഇത്യാദി കാര്യങ്ങൾ, ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള വഴി, നല്ല കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ നേരിട്ട് വന്നാൽ നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സാപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഞാൻ ഫ്രീ ആകാറേ ഇല്ല. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. പിന്നെ മുൻഗണനാക്രമത്തിൽ റിപ്ലൈ കൊടുക്കുന്നവർ, ചെയ്യുന്നവർക്ക് മുൻഗണനാക്രമത്തിൽ വർക്ക് എടുത്ത് അത് പിന്നീട് ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ വാട്സപ്പ് വഴി മാത്രമാണ് ചെയ്യുന്നത്. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിൽ പറഞ്ഞതാണ്. ഇനിയും വിഷയത്തിലേക്ക് വരാം. ചില നക്ഷത്രക്കാർ പെട്ടെന്ന് അപ്രതീക്ഷിതരായി സമ്പന്നരാകും. അപ്പം എൻ്റെ വീഡിയോ 1200 വീഡിയോകളും കാണുന്നവർക്കറിയാം, ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ലെന്നറിയാം. കാരണം ഞാൻ ഓരോ ശാസ്ത്രത്തിൽ ശിവനെ വിളിക്കുന്നതാണ്, ശിവവിദ്യ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ശ്രദ്ധിച്ച് നിങ്ങളത് മനസ്സിലാക്കുക. ഓരോ നക്ഷത്രമായിട്ട് പറയുന്നുണ്ട് ആ പ്രത്യേകതയുള്ളത്. ആദ്യം പറയുന്നത് പൂരമാണ്. ഞാൻ ഓർഡറിലല്ല പറയുന്നത് കേട്ടോ, എന്നാലും എല്ലാം ആ നക്ഷത്രക്കാരെ കുറിച്ച് മുഴുവൻ പറയുന്നുണ്ട്. പൂരമാണ് ആദ്യം പറയുന്നത്.
പൂര നക്ഷത്രക്കാർ അപ്രതീക്ഷിതമായിട്ട് സമ്പന്നരാകാൻ യോഗമുള്ളവരാണ്. ഒരു സംശയം വേണ്ട. ഇനിയിപ്പോൾ അപ്പം ചിലർ വിചാരിക്കും ഞാൻ പൂരമാണല്ലോ, ഞാൻ സമ്പന്നനല്ലല്ലോ. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ കാണും. അവരുടെ ജനിച്ച സമയം, അല്ലെങ്കിൽ ദൃഷ്ടിദോഷങ്ങൾ, നമ്മളായിട്ടുണ്ടാക്കി വെക്കുന്ന ശാപദോഷങ്ങൾ, അങ്ങനെ ഇത്യാദി കാര്യങ്ങൾ കാണും. അപ്പം അതുകൊണ്ടായിരിക്കും തടസ്സപ്പെട്ട് നിൽക്കുന്നത്. അതിന് ചില വഴിപാടുകൾ, ഭദ്രകാളി പ്രീതി വന്നു കഴിഞ്ഞാൽ ആ തടസ്സങ്ങൾ മാറി അവരുടെ ആ യോഗത്തിലേക്ക് അവർ വരിക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ പൂര നക്ഷത്രക്കാർ അപ്രതീക്ഷിതമായിട്ട് സമ്പന്നരാകാൻ യോഗമുള്ളവർ തന്നെയാണ്, വളരെ റിച്ചാകാൻ യോഗമുള്ളവരാണ്. പിന്നെ അവനവൻ ജനിച്ച സമയമനുസരിച്ച് ആ അനുഭവങ്ങൾ അല്പം വ്യത്യാസപ്പെട്ടിരിക്കാം. എന്നാലും ഈ നക്ഷത്രക്കാർക്ക് അങ്ങനെ ഒരു കഴിവുള്ളവർ തന്നെയാണ്. ഭദ്രകാളി പ്രീതി വന്നാൽ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് കടുംപായസവും ചെമ്പരത്തിമാലയൊക്കെ ചെയ്താൽ, കുളമുള്ള ഭദ്രകാളി ക്ഷേത്രം തിരഞ്ഞെടുത്തിടം മലരുകൊണ്ട് മീനോട്ടുമൊക്കെ ചെയ്താൽ ആ തടസ്സങ്ങളെല്ലാം മാറി അവരുടെ ആ യോഗത്തിലേക്ക് അവർ വരും. അതിസമ്പന്നരാകാൻ യോഗമുള്ളവരാണ്. അങ്ങനെയുള്ളൊരു നക്ഷത്രമാണ് പൂരം. പിന്നെ ഈ പൂര നക്ഷത്രക്കാർക്ക് സർവീസിങ് മേഖല നല്ലതാണ്, ടെക്നിക്കൽ മേഖല നല്ലതാണ്, ഫിനാൻസ് മേഖല നല്ലതാണ്, ഒക്കെ നല്ലതാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില അസ്വാരസ്യങ്ങളും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ എല്ലാവർക്കുമല്ല, ചിലർക്കെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ആയതുകൊണ്ട് തിങ്കളാഴ്ച ശിവന് ഐക്യമത്യാർച്ചനയും ജലധാരയും ചെയ്താൽ മതി. തിങ്കളാഴ്ചകൾ ആവർത്തിച്ചാൽ മതി. വെള്ളിയാഴ്ചയും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ശിവന് രാവിലെ ഐക്യമത്യാർച്ചന ഭർത്താവിൻ്റെ പേരിൽ, ഭാര്യയുടെ പേരും നാളെ 2 പേരുടെ പേരും നാളെ ഒരു രസീത വെച്ച്, ജലധാര ഭർത്താവിൻ്റെ പേര്. ഈ തിങ്കളാഴ്ച രാവിലെയും വെള്ളിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്താൽ വളരെ മാറ്റമുണ്ടായി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആ പ്രശ്നമുള്ളവർക്ക് അത്രയേ ഉള്ളൂ. നമുക്കൊരു ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരങ്ങൾ ഒന്നുകിൽ നമ്മൾക്ക് അത് കണ്ടെത്താൻ പറ്റാത്തത് നമ്മുടെ കുഴപ്പമാണ്. പരിഹാരങ്ങൾ എന്തിനും ഉണ്ടാകും. പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളാണ്. നമ്മൾ കണ്ടെത്താൻ പറ്റാത്തത് നമ്മുടെ കുഴപ്പം മാത്രമാണ്. അപ്പോൾ എത്തരത്തിലുള്ള കണ്ടെത്തിയ അനുഭവമുള്ള പരിഹാരങ്ങളാണ് ഞാൻ പറയുന്നത്. ആവശ്യമുണ്ട് പ്രയോജനപ്പെടുത്തുക. ഇനിയും അടുത്ത നക്ഷത്രം പറയുന്നത് ഉത്രാടം. അപ്രതീക്ഷിതമായി ധനം, സമ്പത്ത് ഉണ്ടാകാൻ യോഗമുള്ള ഒരു നക്ഷത്രക്കാർ ആണ് ഉത്രാട നക്ഷത്രക്കാർ. അപ്പോൾ അവർക്ക് അത്തരം കാര്യം തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, കൃഷ്ണന് ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ, ശിവൻ്റെയും ഭദ്രകാളിയുടെയും കൃഷ്ണൻ്റെയും ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് തടസ്സങ്ങളൊക്കെ മാറി അവരുടെ ആ അനുഭവ യോഗത്തിലേക്ക് വരുവാൻ സാധിക്കും. ഏത് ദേവനല്ലേ ദേവിക്ക് നമ്മൾ എന്ത് വഴിപാടാണ് ഏറ്റവും ഫലം കിട്ടുന്നത്? ഏത് ദേവനല്ലേ ദേവിക്കാണേലും ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ ഇഷ്ട നിവേദ്യം, പിന്നെ എണ്ണമാല അർച്ചന, ഇത് ചെയ്താൽ മതി, ഫലമുണ്ടാകും. ഭദ്രകാളിയാണ് കടുംപായസം, ശിവനാണെങ്കിൽ പാൽപ്പായസമോ കടുംപായസമോ ചെയ്യാം. പിന്നെ മുരുകനാണെങ്കിൽ പഞ്ചാമൃത അഭിഷേകം നല്ലതാണ് കേട്ടോ. പഞ്ചാമൃതം അഭിഷേകമായിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിട്ടാണ് അനുഭവം. പിന്നെ അയ്യപ്പൻ്റെ എള്ളു പായസമുണ്ട്, അല്ലാതെ ഉള്ള പല ക്ഷേത്രങ്ങളിലും വിശേഷമുള്ള പായസങ്ങളുണ്ട്. അപ്പോൾ ഏത് ദേവനല്ല ദേവിക്കാണെങ്കിലും ആ ദേവൻ്റെ ഇഷ്ട നിവേദ്യം അല്ലെ വിശേഷ നിവേദ്യം ഇതിലേതെങ്കിലും ഒന്ന് നടത്തുക. പിന്നെ എണ്ണമാല അർച്ചന ചെയ്യുക. ഇത് ആ ദേവൻ്റെ വിശേഷപ്പെട്ട ദിവസങ്ങളിലോ നിങ്ങളുടെ പക്കനാളിലും ചെയ്യണം, ആ ദേവൻ്റെ വിശേഷപ്പെട്ട ദിവസങ്ങളിലും ചെയ്യണം. ഇപ്പോൾ ഉത്രാട നക്ഷത്രക്കാരാണെങ്കിൽ അവരുടെ പക്കനാളിന് ശിവന് രാവിലെ പാൽപ്പായസം, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, വെള്ള നിവേദ്യം ചെയ്യുക. ഇത് പക്കനാളിലും ചെയ്യണം, ശനിയാഴ്ചയും ചെയ്യണം. അങ്ങനെ ആവർത്തിക്കണം. കൃത്യം വഴിയെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് അങ്ങനെ ആവർത്തിച്ചാൽ അവർക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അവർ അപ്രതീക്ഷിതമായിട്ട് സമ്പത്തുണ്ടാക്കാൻ യോഗമുള്ളവർ തന്നെയാണ്, ഒരു സംശയം വേണ്ട. ചിലർക്ക് മധ്യവയസ്സം കഴിയുമ്പം വലിയ സാമ്പത്തികത്തിലേക്ക് പോകാറുണ്ട്. ഇനി ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ, ഇവർക്ക് ടെക്നിക്കൽ മേഖല നല്ലതാണ്. ഗവൺമെൻറ്, സർക്കാർ അല്ലെ തത്തുല്യ മേഖലകൾ, ബാങ്കിങ് മേഖലകൾ, ഫിനാൻസ് മേഖലകൾ, അതുപോലെ കലാപരമായ മേഖലകൾ ഒക്കെ അവർക്ക് നല്ലത് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഇനി അപ്രതീക്ഷിതമായിട്ട് സമ്പത്തുണ്ടാകുന്ന മറ്റൊരു നക്ഷത്രമാണ് രോഹിണി. ഇവർക്ക് ഭദ്രകാളി പ്രീതി ഉണ്ടെങ്കിൽ, ഭദ്രകാളിയുടെയും കൃഷ്ണൻ്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സാമ്പത്തിക ഉയർച്ചയിലേക്ക് വരിക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. ഇവർക്ക് ഡിസൈനിങ് മേഖല നല്ലതാണ്. ഈ ബ്യൂട്ടീഷ്യൻ, ബ്യൂട്ടി പാർലർ, വസ്ത്രവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ,
അതുപോലെ എഞ്ചിനീയറിംഗ് സംബന്ധമായ തൊഴിലുകൾ, അതുപോലെ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ്, ബിൽഡിങ് ഇപ്പോൾ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, ബിൽഡിങ്ങിൻ്റെ ഡിസൈനിങ്, ഇങ്ങനെയുള്ള മേഖലകൾ, ടെക്നിക്കൽ മേഖലകൾ, പിന്നെ മെക്കാനിക്കൽ മേഖലകൾ, ഇതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. ഇനിയും നാലാമത് പറയുന്നത് മകയിര നക്ഷത്രമാണ്. ഇവർക്കൊരു ജീവിതത്തിൽ മധ്യവയസ്സ് വരെ വളരെ പ്രതിസന്ധിയുള്ളവരാണ്. പക്ഷേ എങ്കിലും അപ്രതീക്ഷിതമായി വളരെ റിച്ച് ആകാൻ, വളരെ ഒരു സാമ്പത്തികമായി നല്ല അനുഭവത്തിൽ കഴിയാൻ യോഗമുള്ളവർ തന്നെയാണ്. ഒരു സംശയം വേണ്ട അതിനകത്ത്. അപ്പം മകയിര നാളുകാർ രക്ഷപ്പെടാൻ, ഇനി അങ്ങനെയുള്ള അനുഭവങ്ങൾ തടസ്സപ്പെട്ട് നിങ്ങൾക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ജനിച്ച സമയം വെച്ച്, നിങ്ങളുടെ ഗ്രഹനില വെച്ച് ചില കാരണങ്ങൾ അതിൻ്റെ അകത്ത് കാണും. അതിനുള്ള കാര്യങ്ങളൂടെ ചെയ്താൽ നന്നായിരിക്കും. എങ്കിലും ഞാനീ പറയുന്ന കാര്യം പൊതുവായിട്ട് ചെയ്താൽ തന്നെ ഫലം ഉണ്ടാവും. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംപായസം, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന, വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചന ചെയ്യുക. വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. പക്കന്നാൾ ഇത് തന്നെ ചെയ്യുക. വളരെ മാറ്റം ഉണ്ടാകും. പിന്നെ കൃഷ്ണന് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച പാൽപ്പായസം, ഭാഗ്യസുക്ത, പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ആവർത്തിക്കുക. അങ്ങനെ മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. ഈ 2 കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ ആ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഭാഗ്യങ്ങളെ, ഭാഗ്യ തടസ്സങ്ങളെ, ആ അനുഭവ തടസ്സങ്ങളെ, ആ ഓരോ നല്ല സാമ്പത്തിക അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിക്കിട്ടും. പിന്നെ ഇവർക്ക് മകയിര നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ മേഖലകൾ ഹോസ്പിറ്റൽ സംബന്ധമായ വർക്കുകൾ, എഞ്ചിനീയറിംഗ് സംബന്ധമായ വർക്കുകൾ, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ, ഫുഡ്, അതുപോലെ റെസ്റ്റോറൻറ്റ്, അതുപോലെ ബിൽഡിംഗ് കോൺട്രാക്ട് വർക്കുകൾ ഒക്കെ വളരെ നല്ലതാണ് ഇവർക്ക്. ഉത്രാടം, മകയിരം, ഈ 2 നക്ഷത്രക്കാർക്ക് ഫുഡ് പ്രിപ്പറേഷനൊക്കെ പ്രത്യേക കഴിവുള്ളവരാണ്. പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്നോ എല്ലാവരും അത് ചെയ്യണമെന്നോ ചെയ്യുമെന്നോ അല്ല ഞാൻ പറഞ്ഞത്, ചില പ്രത്യേകതകൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഫുഡ്, നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്, നല്ല രീതിയിലുള്ള റെസ്റ്റോറൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ അവരുടെ നാട് നോക്കിയാൽ ചിലപ്പം എല്ലാവർക്കും എങ്ങനെയാണോ എന്നില്ല, ഉത്രാടമോ മകയിരോ ഏതെങ്കിലും ഒന്നാകാൻ സാധ്യത വളരെ കൂടുതലാണ്. നല്ല രീതിയിൽ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ വർഷങ്ങളായിട്ട് മികച്ച രീതിയിൽ, എല്ലാവരും ചെയ്യുന്ന പോലല്ല, മികച്ച രീതിയിൽ, മറ്റുള്ളവരെക്കാട്ടി മികച്ച രീതിയിൽ വർഷങ്ങളായിട്ട് ഫീൽഡിൽ നിലനിന്ന് മികച്ച രീതിയിൽ അത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരു, എല്ലാവരും എങ്ങനെ ആണെന്നതിൻ്റെ അർത്ഥമില്ല കേട്ടോ, ഇതിലേതെങ്കിലും ഒരു നാൾ ചിലപ്പോൾ ആകാൻ സാധ്യത കൂടുതലാണ്. അപ്പം അവർ വളരെ അതുപോലെ റിച്ച് ആകാനും യോഗമുള്ളവരാണ്. അപ്പം ഞാനിപ്പം പറഞ്ഞത് മകയിരമാണ്. അപ്പോൾ ഇനിയും പറയാൻ പോകുന്ന നക്ഷത്രം ചോതിയാണ്. ഈ ചോതി നക്ഷത്രക്കാരും അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് സമ്പന്നരാകാൻ യോഗമുള്ളവരാണ്. അവർക്കും ജീവിതത്തിൽ ഒരു മധ്യഭാഗം വരെയൊക്കെ ചില പ്രതിസന്ധികളും, സാമ്പത്തിക പ്രതിസന്ധികളും, ഒന്നുമല്ലാത്ത അവസ്ഥകളും, ഒന്നുമല്ലാത്തൊരവസ്ഥയെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുമല്ലാത്തൊരവസ്ഥ, അങ്ങനെയുള്ള ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോയി കഴിഞ്ഞ് ഒരു മധ്യഭാഗം കഴിഞ്ഞുകൊണ്ടായിരിക്കും വളരെ റിച്ചാകാനും വളരെ സമ്പന്നനാകാനും ഒക്കെ യോഗമുള്ളവരാണ്. ഇനി ചോദ്യ നക്ഷത്രക്കാർ അങ്ങനെ ആകുന്നില്ലെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും. നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ശാപദോഷങ്ങൾ, കർമ്മദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, അല്ലെ ജനിച്ച തീയതി വെച്ച് ഗ്രഹനിലയിൽ മുൻജന്മ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങൾ, അതിലേതെങ്കിലും കാര്യങ്ങളായിരിക്കും തടസ്സം നിൽക്കുന്നത്. ഒന്നും വിഷമിക്കേണ്ട. അതിന് നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ, അത് ഏത് ദേവീക്ഷേത്രമാണേലും ആ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അവിടുത്തെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സേവനമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അവിടെ ഇപ്പോൾ രസീത് എഴുതാനിരിക്കുക, പിരിവിന് പോവുക, അവിടെ വൃത്തിയാക്കുക. അതോടൊപ്പം അവിടെ പുനരുദ്ധാരണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു സംഭാവന നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കൊടുക്കുക. പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ വഴിപാടുകൾ ചെയ്യുക. വഴിപാടുകൾ ചെയ്തില്ലേ പോലും സേവനം ചെയ്യണം. വഴിപാടുകൾ ചെയ്യരുതെന്നല്ല, നല്ലത് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ദേവിക്ക് സേവനം ചെയ്യണം. എഴുതി വെച്ചോ, ചോദ്യ നക്ഷത്രക്കാർ സൂപ്പറായിട്ട് ആ വലിയ സാമ്പത്തികത്തിലേക്ക് വരും, ഒരു സംശയം വേണ്ട. അപ്പം ചോദ്യ നക്ഷത്രക്കാർക്ക് ടെക്നിക്കൽ മേഖല നല്ലതാണ്, ഫിനാൻസ് നല്ലതാണ്, കലാപരമായ മേഖലകൾ നല്ലതാണ്, ഫുഡ് മേഖല നല്ലതാണ്, പിന്നെ ചെറിയ ബിസിനസ്സുകൾ ഒക്കെ നല്ലതാണ്, പലതരത്തിലുള്ള ബിസിനസ്സുകൾ നല്ലതാണ്. ഇവർ വളരെ കഴിവുള്ള വ്യക്തികളുമാണ്. അപ്പം ഇതാണ് പെട്ടെന്ന് ആ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ഗണത്തിൽപ്പെടുന്നവർ ഒരു നക്ഷത്രമാണ് ചോദ്യം. ഞാൻ പറയുന്നത് പറഞ്ഞതാണ് കേട്ടോ, ആ രീതിയിലാണ്. അല്ല ചുമ്മാ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്ത പരിപാടി എനിക്കില്ല. ഒരു കാര്യം പറഞ്ഞാൽ അത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, അതാണ്. ഇനിയും അനിഴം നക്ഷത്രക്കാർ ഒരു 32-34 വയസ്സ് വരെയൊക്കെ വളരെ സ്ട്രഗിളിങ് ഉണ്ടാകുന്നവരാണ്. പക്ഷെ ഇവർ പിന്നീട് നല്ല സാമ്പത്തികത്തിലേക്ക് വരാൻ, അല്ലെ അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും രീതിയിൽ ധനം വലിയ രീതിയിൽ കിട്ടാൻ യോഗമുള്ളവരാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നതെന്നല്ല അർത്ഥം കേട്ടോ.
തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണന് വഴിപാട് ചെയ്യുക. കൃഷ്ണന് വ്യാഴാഴ്ചകൾ തോറും ഭാഗ്യശുക്ത പുഷ്പാഞ്ജലിയും പാൽപ്പായസവും വിഷ്ണു സഹസ്രനാമ അർച്ചനയും ചെയ്യുക. ഇത് വ്യാഴാഴ്ചകൾ തോറും ആവർത്തിക്കണം, പക്കനാൾ തോറും ആവർത്തിക്കണം. അപ്പോഴാ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഭാഗ്യ തടസ്സം മാറി ഭാഗ്യം വന്നുകൊള്ളും. അപ്പം ഇവരങ്ങനെ തീർച്ചയായിട്ടും യോഗമുള്ളവർ തന്നെയാണ്. പിന്നെ നമ്മൾ മനുഷ്യനാണല്ലോ, നമ്മുടെ തന്നെ കയ്യിരിപ്പ് കൊണ്ട് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ചില ദോഷങ്ങളുണ്ട്. ശാപദോഷങ്ങൾ, പ്രാക്ക് ദോഷങ്ങൾ, ഇതൊക്കെ നമ്മൾ ഭൂമി വന്നിട്ട് നേടിയെടുക്കുന്ന, ജനിച്ചു കഴിഞ്ഞുള്ള സമയം കൊണ്ട് നേടിയെടുക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ യോഗങ്ങളെ തടസ്സപ്പെടുത്തും. അപ്പം അങ്ങനെ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് അനുഭവമായിട്ട് വരത്തില്ല. അങ്ങനെ അനുഭവമായിട്ട് വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്താൽ മതി, അനുഭവമായിട്ട് വന്നുകൊള്ളും. വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞു തരുന്നത്. എങ്ങനെ, എന്തിനു വേണ്ടി, എന്തു ചെയ്യണം വ്യക്തമായിട്ടാണ് പറയുന്നത്, ക്ലിയർ കട്ടായിട്ടാണ് പറയുന്നത്. ഡൗട്ട് വരേണ്ട കാര്യമില്ല, അതേ രീതിയിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി അനിഴ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ തൊഴിൽ മേഖല കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും ടീച്ചിങ് ഏറ്റവും ബെസ്റ്റ് മേഖലയാണ്. അനിഴ നക്ഷത്രക്കാർ പഠിപ്പിച്ചാൽ ഉണ്ടല്ലോ, അത് പഠിപ്പിച്ചാൽ ഒരിക്കലും അത് പഠിക്കുന്ന ആൾക്ക് അത് മറക്കത്തില്ല. വളരെ കഴിവുള്ളതാണ്. പിന്നെ ടെക്നിക്കൽ മേഖല നല്ലതാണ്, അതുപോലെ തന്നെ ഫിനാൻസ് മേഖല നല്ലതാണ്, പിന്നെ രാഷ്ട്രീയം ഇവർക്ക് നല്ലതാണ്. രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഇവർ വളരെ വളരെ ടാക്റ്റ്ഫുള്ളാണ്, നയതന്ത്രമുള്ളവരാണ്. ഇവർക്ക് ആരെയും അനുനയിപ്പിക്കാനും സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനും വളരെ പ്രായോഗിക ബുദ്ധി കൂടുതലുള്ളവരാണ്. അതുകൊണ്ട് രാഷ്ട്രീയം ഏറ്റവും മികച്ചൊരു മേഖലയായിരിക്കും ഇവർക്ക്. അപ്പോൾ അതുപോലെ എഞ്ചിനീയറിംഗ് നല്ലതാണ്. ടീച്ചിങ് ഏറ്റവും മികച്ച പ്രൊഫഷനാണ് ഇവർക്ക്. അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രയോജനപ്പെടുത്താവുന്ന ഏത് മേഖലയും, ടീച്ചിങ് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രയോജനപ്പെടുത്താവുന്ന ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് പറ്റും. അതുപോലെ തന്നെ ഒരു പത്രപ്രവർത്തനമാണെങ്കിൽ അദ്ദേഹത്തിന് പറ്റും. അതുപോലെ തന്നെ HR അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഇവർക്കൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രയോജനപ്പെടുത്താം. അങ്ങനെ ആ കഴിവ് ഏത് മേഖലയിലും പ്രയോജനപ്പെടുത്താം. ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ ഡോക്ടർ, എഞ്ചിനീയർ എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല, കഴിവുകളേ ഉള്ളൂ. അല്ലെങ്കിൽ ആ കൈരേഖ കഴിവുകളേ ഉള്ളൂ. ആ കഴിവുകളെ ഏതൊക്കെ മേഖലയെ പ്രയോജനപ്പെടുത്താമെന്നോ ആ മേഖലകളിലൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ ഇയാൾ ഡോക്ടർ, എഞ്ചിനീയർ എന്നും ജാതകത്തിൽ ആ 12 കോളത്തിലൊന്നും എഴുതി വെച്ചിട്ടില്ല, അല്ലെ കൈരേഖ എഴുതി വെച്ചിട്ടില്ല, അല്ലെ സംഖ്യാദോഷത്തിൽ കഴിവുകളാണ്. ആ കഴിവുകൾ വെച്ച് നമ്മൾ അനുമാനിക്കുന്നതാണ് കൂടുതലും ഇന്ന ആളാകാൻ സാധ്യത ഉണ്ടാകുന്നത്. പക്ഷെ ആ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്ന നിരവധി മേഖലകളുണ്ടായിരിക്കും. അതിലേത് മേഖലയിലും ശോഭിക്കാൻ പറ്റുള്ളതാണ്. പിന്നെ നമ്മൾ നമ്മുടെ അനുമാനം വെച്ച് ഇന്ന കുറച്ച് മേഖലകളിൽ നിന്ന് സാമാന്യ യുക്തിയിൽ പറയുന്നതാണ്, അത്രയേ ഉള്ളൂ. തിരുവാതിര നക്ഷത്രക്കാർ വളരെ പ്രതിസന്ധി കഴിഞ്ഞു കൂടിയാൽ പോലും ഒരു മധ്യവയസ്സിന് ശേഷം ഒരു 43, 44, 45, 47 മേലെ ഒക്കെ വളരെ റിച്ച് ആകാൻ യോഗമുള്ള, വളരെ സമ്പന്നരാകാൻ അപ്രതീക്ഷിതമായിട്ട് യോഗമുള്ളവരാണ്. അത് ചിലപ്പോൾ മക്കളെ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു സാമ്പത്തികമായ അനുഭവങ്ങൾക്ക് യോഗമുള്ളവർ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞവരല്ലേ സ്വന്തമായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് സമ്പന്നരാകുമെന്ന അർത്ഥം, അത് തന്നെ അർത്ഥമില്ല. ചിലരങ്ങനെയുള്ളവരുണ്ട്. ചിലർ മക്കളുടെ സമ്പത്ത് അനുഭവിക്കാനുള്ള യോഗമായിരിക്കും. അങ്ങനെ ചിലർക്ക് ചിലപ്പം അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും രീതിയിൽ പണം കിട്ടാനുള്ളത് കിട്ടും. അങ്ങനെ പല രീതിയിലാകാം. അല്ല, അവനവൻ തന്നെ അധ്വാനിച്ച് സമ്പന്നനാകും എന്ന് അതിനർത്ഥമില്ല. സമ്പത്ത് ഏത് രീതിയിൽ അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ഈ അപ്രതീക്ഷിതമായി ധനം ഉണ്ടാകാൻ യോഗമുള്ള നക്ഷത്രക്കാരെന്ന് പറയുന്നവരെല്ലാം. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്കും ഫിനാൻസ് മേഖല നല്ലതാണ്, അഡ്മിനിസ്ട്രേഷൻ നല്ലതാണ്, ടെക്നിക്കൽ മേഖല നല്ലതാണ്, ഒക്കെ നല്ല മേഖലകളാണ്. ഇനിയും അപ്രതീക്ഷിതമായിട്ട് ധനം ഉണ്ടാകാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടുന്ന, ഒട്ടും പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൽ മാറ്റം വരുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക. അവർക്കും ഇതുപോലെ വലിയ രീതിയിലുള്ള സാമ്പത്തികവും ഉയർച്ചയും അപ്രതീക്ഷിതമായ രാജയോഗവും സമ്പത്തും ഒക്കെ ഉണ്ടാകാൻ യോഗമുള്ളവരാണ്. അത്തരം കാര്യങ്ങൾ തടസ്സപ്പെടുന്ന നിൽക്കുന്നവരുണ്ടെങ്കിൽ ഭദ്രകാളിക്ക് കടുംബായുസും ചെമ്പരത്തിമാല, ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി ചൊവ്വകളിൽ ആവർത്തിക്കുക, പക്കനാളുകളും ചെയ്യുക. ആ തടസ്സപ്പെട്ട ഭാഗ്യ തടസ്സങ്ങളൊക്കെ മാറി ആ നല്ല സമ്പത്തിലേക്ക് വരും. വിശ്വാസത്തോടുകൂടി ചെയ്യണം. വെറുതെ പോയി ചെയ്തിട്ട് കാര്യമില്ല. ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്നുള്ളതാണ്. ഇനിയും ഇതുപോലെ പെട്ടെന്ന് റിച്ചാകാൻ, പെട്ടെന്ന് സമ്പത്ത് വരാൻ ഒരു സാധ്യതയുള്ള ഒരു മറ്റൊരു നക്ഷത്രമാണ് മൂലം. ഇവർ ചിലപ്പോൾ തുടക്കം ആരുടെയെങ്കിലുമൊക്കെ കീഴിലായിരിക്കും ജോലി ചെയ്യുന്നത്. പക്ഷേ എന്നാലും സ്വന്തമായിട്ട് പെട്ടെന്ന് ഒരു സ്ഥാപനം ഇടുക, ഒരു സ്ഥാപനം സ്വന്തമായിട്ട് നടത്തുക, സ്വന്തമായിട്ട് ബിസിനസ് പിടിക്കുക, അങ്ങനെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് സാമ്പത്തികമായിട്ട് ഉയരാൻ കഴിവുള്ളവരാണ്. പിന്നെ അത് ഉയരുന്നില്ലെങ്കിൽ കുറച്ചൊക്കെ അവനവൻ്റെ പരിശ്രമക്കുറവ് കൂടിയാണ്. ഈ കഴിവുള്ളവരാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവർക്ക് ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഉയർച്ചകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ
ഒരു കാര്യം കൂടെ നല്ലതാണ്, സർപ്പത്തിനും ഭദ്രകാളിക്കും കൃഷ്ണനും വഴിപാട് ചെയ്താൽ നല്ല മാറ്റം വരും. സർപ്പത്തിന് ഞായറാഴ്ച പോയി വഴിപാട് ചെയ്താൽ ഇവർക്ക് നല്ല മാറ്റം വരും. പാലഭിഷേകം ചെയ്താൽ മതി. പിന്നെ നാഗരാജാവിന് പാലഭിഷേകം ഞായറാഴ്ചകളെ ആവർത്തിച്ചാൽ നല്ല മാറ്റം വരും. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച നാരങ്ങ വിളക്ക്, കടുംബായുസും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, പിന്നെ താമരമാല മാല കിട്ടുന്നവരോട് പറഞ്ഞാൽ അവർ സംഘടിപ്പിച്ച് തരും. നിങ്ങളിതും ചോദിച്ച് എല്ലായിടത്തും ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിനും അതിൻ്റേതായ ഒരു പ്രോപ്പർ വേ ഉണ്ട്. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ആ രീതി ചെയ്താൽ അതെല്ലാം കിട്ടിക്കോളും. അല്ല താമരമാല എവിടെയെന്ന് ചോദിച്ച് ഇങ്ങനെ നടക്കുന്ന ചിലത് അങ്ങനെ ഉണ്ട്. ഞാനിപ്പം വീഡിയോ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, അയ്യോ താമരമാല ഇവിടെ കിട്ടുന്നില്ല. ഇവിടെ മാല കിട്ടുന്നവരോട് പറഞ്ഞാൽ അത് കിട്ടും. എല്ലാം അതിൻ്റെതായ ഒരു വഴിയുണ്ട്. ആ വഴി സഞ്ചരിച്ചാൽ മതി. അല്ലാതെ ഇതൊന്നും വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ താമരമാലയോ അല്ലെങ്കിൽ താമരമുട്ട ഇതൊക്കെ വെള്ളിയാഴ്ച സമർപ്പിച്ച് വലിയ ഭാഗ്യം വരും മൂലനക്ഷത്രക്കാർക്ക്. പിന്നെ ഏറ്റവും നല്ല കാര്യം കൃഷ്ണൻ്റെ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ചൈതന്യം കൂടുതലുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. എൻ്റെ ഓർമ്മയിൽ വരുന്ന 1-2 ക്ഷേത്രങ്ങൾ പറയുന്നതേ ഉള്ളൂ. അമ്പലപ്പുഴ, അതുപോലെ ഗുരുവായൂർ, ആറന്മുള. ഇപ്പോൾ എനിക്കറിയാവുന്ന ക്ഷേത്രമാണ്. ഈ മലബാറിലോട്ടൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതെനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അവിടെയും ചെയ്യുക. അങ്ങനെ കൃഷ്ണൻ്റെ ചൈതന്യം കൂടുതലുള്ള ഒരുപാട് ഭക്തജനങ്ങൾ വരുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, വഴിപാട് ചെയ്യുക. അവിടുത്തേക്ക് അന്നദാനത്തിന് പറ്റുമെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. പെട്ടെന്ന് ഈ മൂലനക്ഷത്രക്കാരുടെ ജീവിതം മാറും. ചെയ്ത് നോക്കിയോ. ഞാനിങ്ങനെ പറഞ്ഞ് ചെയ്തവർ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്ത് വലിയ സമ്പത്ത് ഉണ്ടാക്കുന്നവരുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് ഒരു വഴിയാണ് പറഞ്ഞു തന്നെ. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി പെട്ടെന്ന് ജീവിതത്തിലേക്ക് മാറ്റം വരുന്ന മറ്റൊരു നക്ഷത്രമാണ് രോഹിണി. രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു ജീവിതത്തിൽ പെട്ടെന്ന് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. അപ്പോൾ അവർക്ക് ഭദ്രകാളിക്ക് കൃഷ്ണന് വഴിപാട് ചെയ്യുക, അങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ വഴിപാട് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയും അപ്രതീക്ഷിതമായിട്ടൊരു മധ്യവയസ്സ് തൊട്ട് ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക അനുഭവങ്ങൾ, നല്ലൊരു വീടൊക്കെ വെച്ച് നല്ല സന്തോഷമായിട്ട് ഒക്കെ ജീവിക്കാൻ യോഗമുള്ള ഒരു നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർ. അവർക്ക് ജീവിതത്തിൽ മധ്യഭാഗം വരെയും വളരെ പ്രതിസന്ധി ആണെങ്കിൽ പോലും മധ്യ കാലഘട്ടത്തിന് ശേഷം നല്ലൊരു വീട്, നല്ല ഒരു ജീവിതാനുഭവങ്ങൾ, സമ്പത്ത്, ഇതിനൊക്കെ അനുഭവത്തിന് യോഗമുള്ളവരാണ്. അങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശിവന് പാൽപ്പായസവും കൂവളത്തിലെ അർച്ചനയും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ശനി തിങ്കൾ പക്ക നാളിത് ആവർത്തിക്കുക. അപ്പോൾ അത്തരം അനുഭവങ്ങളൊക്കെ അനുഭവത്തിൽ വന്നുകൊള്ളും എന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യം, ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തികം ഉണ്ടായി രക്ഷപ്പെടുന്ന നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് ഇനിയും ഈ പെട്ടെന്ന് ജീവിതത്തിൽ ഒരു താഴ്ചയിലേക്ക് പോകാൻ, ഒരു തകർച്ചയിലേക്ക് പോകാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം പൊതുഫലങ്ങളാണ് കേട്ടോ, അങ്ങനെ മനസ്സിലാക്കുക. എങ്കിലും ശ്രദ്ധിക്കുന്നതുകൊണ്ട് വഴിപാട് ചെയ്യുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പെട്ടെന്ന് ഇപ്പം നല്ല രീതിയിലായിരിക്കും ജീവിക്കുന്നത്, പെട്ടെന്ന് ഡൗൺ ആകാൻ, ഒന്ന് താഴ്ചയിലേക്ക് പോകാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരിലൊന്നാണ് പുണർദം. നല്ല മക്കൾ, നല്ല ബിസിനസ്, നല്ല വീട്, ഇതൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു പെട്ടെന്ന് ചിലപ്പം ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു, വീട് വിറ്റു, അല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള ഒരു അനുഭവദോഷങ്ങളുണ്ടായി, ഒരു പെട്ടെന്ന് ബിസിനസ്സൊക്കെ ചിലപ്പോൾ നിർത്തുക, ഒരു തകർച്ചയിലേക്ക് പോകാൻ സാധ്യതയുള്ള, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് കേട്ടോ, ഇത് പൊതുവായിട്ട് പറയുന്ന ചിലർക്കെങ്കിലും അനുഭവമാകാം. അതിനെന്ത് ചെയ്യണം? ഏറ്റവും നല്ലത് അവധൂത സമാധികളിൽ, അവധൂതന്മാർ ആ സമാധികളിൽ പോയി വ്യാഴാഴ്ച നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഒന്നും താഴെ പോകത്തില്ല, മേലോട്ട് തന്നെ ഉയർച്ചയിലേക്ക് തന്നെ പോകും. പിന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ശിവന് ശനിയാഴ്ച പാൽപ്പായസം, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, വൈകിട്ട് നെയ്വിളക്കൂടെ കൊടുക്കുക. ഇത് ശനിയാഴ്ചകളെ ആവർത്തിക്കുക. കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം ഭദ്രകാളിക്ക് കടുംബായസം, ചെമ്പരത്തിമാല, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, ഇത് മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. ഇത് തന്നെ പക്കനാളിലും ചെയ്യുക. ഒരു പ്രശ്നം വരത്തില്ല. വിശ്വാസത്തോടെ ചെയ്ത് അവനവൻ്റെ കഴിവിനൊത്ത് പരിശ്രമിച്ച് പോയാൽ ഒരു കുഴപ്പം വരത്തില്ല. ഇനി പൂയം നാളുകാരും പെട്ടെന്നൊരു തകർച്ചയിലേക്ക് ചിലപ്പം പോകാം. ചിലപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുമായിരിക്കും, പെട്ടെന്നായിരിക്കും എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്, അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ജീവിതത്തിൽ വരുമെന്നുമാണ്. മനസ്സിലായോ? പുണർദം, പൂയം എന്ത് ചെയ്യണം? കൃഷ്ണന് വഴിപാട് ചെയ്താൽ മതി. വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ അർച്ചന, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസം ചെയ്യുക, ആവർത്തിക്കുക. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച
ഭഗവാന് ഒരു വസ്ത്രം സമർപ്പിക്കുക. വസ്ത്രം സമർപ്പിക്കുന്നതിനകത്ത് ഒരുപാട് രഹസ്യമുണ്ട് കേട്ടോ. കറുത്തവാവിന് ഭദ്രകാളിക്ക് കടുംബായുസം, രക്തപുഷ്പാഞ്ജലി, അതുപോലെ കുളമുള്ള ക്ഷേത്രം തിരഞ്ഞെടുത്ത് അവിടെ മലർ കൊണ്ട് മീനോട്ടുകൂടെ ചെയ്യുക. ഒരു കുഴപ്പം വരുന്നില്ല പൂജ്യത്തിന്. 4 നാൾ ഉയർച്ചയിലേക്ക് പോകും. കൃത്യം വഴിയാണ് പറഞ്ഞു തരുന്നത്. ഇനി തൃക്കേട്ടം, അവർ പെട്ടെന്ന് ജീവിതത്തിൽ ഒരു പ്രതിസന്ധികളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. അപ്പോൾ ഇവർക്ക് ഭദ്രകാളിക്ക് വഴിപാട് ചെയ്താൽ മതി, ജീവിതത്തിൽ അടിക്കടി ഉയർച്ച ഉണ്ടായിക്കോളും. ഭദ്രകാളിക്ക് ചൊവ്വാഴ്ച കടുംബായുസും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും, വെള്ളിയാഴ്ച ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും, ചുവന്ന പുകൽ കൊണ്ടുള്ള അർച്ചനയും, അഷ്ടോത്തര അർച്ചനയും ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. ചൊവ്വാഴ്ച പറഞ്ഞാൽ ചൊവ്വാഴ്ച ആവർത്തിക്കുക. ഇനി വെള്ളിയാഴ്ച പറഞ്ഞത് തന്നെ പക്കനാളിലും ആവർത്തിക്കുക. പിന്നെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ചയും സാധിക്കുമെങ്കിൽ ആവർത്തിക്കുക. മാസത്തിൽ 1 വീതം. ചെറിയ കാര്യമല്ലേ, ഇടയ്ക്കിടയ്ക്ക് അവനവനെ കൊണ്ട് സാധിക്കുന്ന പോലെ, അവനവന് ആവശ്യമുണ്ടെങ്കിൽ സാധിക്കുന്ന പോലെ ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും പെട്ടെന്ന് പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഒരു താഴ്ചയിലേക്ക് പോകാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് അത്തം. എല്ലാം ഉണ്ടായിരിക്കും, പക്ഷെ പെട്ടെന്നായിരിക്കും ജീവിതം വട്ടം കറങ്ങി ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. അപ്പം കൃഷ്ണനെ ഭദ്രകാളിയെ പിടിച്ചാൽ മതി, ഒരു തകർച്ചയിലോട്ടും പോകത്തില്ല. കൃഷ്ണന് എന്തു ചെയ്യണം? കൃഷ്ണന് വ്യാഴാഴ്ച ഭഗവാന് നിങ്ങളെക്കൊണ്ട് ആകുന്ന രീതിയിൽ പിടിപ്പണം സമർപ്പിക്കണം. അത് 3 വലത്ത് വെച്ചിട്ട് വേണം സമർപ്പിക്കാൻ. പിന്നെ ഭഗവാന് പാൽപ്പായസം, രാജഗോപാല മന്ത്രാർച്ചന, ഇത് വ്യാഴാഴ്ചകൾ കൃഷ്ണൻ ആവർത്തിക്കുക. ഇത് തന്നെ കർത്തവാവ് കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ച ചെയ്യുക. ഇത് തന്നെ 10 നാളിൽ ആവർത്തിക്കുക. വളരെ മാറ്റങ്ങളുണ്ടാകും. ഇനി ചിത്ര നാളുകാരും ജീവിതത്തിൽ കുറച്ചൊരു പ്രതിസന്ധികളിലേക്ക് അപ്രത്യക്ഷമായിട്ട് പോകാൻ സാധ്യതയുള്ള ഒരു നാൾ തന്നെയാണ്. ഇവർക്ക് ശിവന് 10 നാളിന് ജലധാര, പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇത് ചെയ്യുക. ശനിയാഴ്ച രാവിലെ ഒരു നെയ്വിളക്ക്, മൃത്യുഞ്ജയാർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. തിങ്കളാഴ്ച രാവിലെ ഒരു നെയ്വിളക്ക്. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. 10 നാളെന്ന് പറഞ്ഞാൽ മാസത്തിൽ 1 മതി. പിന്നെ ശനിയും തിങ്കളും ഉള്ളത് ആഴ്ചകളിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക. ചെറിയ കാര്യങ്ങൾ ആവർത്തിച്ചവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആവശ്യം പോലെ ചെയ്യുക. ഞാൻ ആ അനുഭവങ്ങളാണ് പറയുന്നത്, അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യം. അതുപോലെയാണ് വിശാഖം നാളുകാരെ ഈ എല്ലാവരും നാളിനെ കുറിച്ച് പറയല്ലേ, പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. വിശാഖം നാളുകാരെ വളരെ ചെറുപ്പത്തിലെ ജോലിക്ക് കയറാൻ സാധ്യതയുള്ളവരാണ്. വളരെ ചെറുപ്പത്തിലെ ആദ്യം ജോലി സമയത്ത് ഇവർക്ക് വളരെ ചിലപ്പോൾ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു ജോലിയായിരിക്കും കിട്ടുന്നത്. പിന്നീട് ഇവർക്ക് ഒരു ഉയർച്ച ഉണ്ടാകും. ഇവർക്ക് ടെക്നിക്കൽ മേഖലകൾ നല്ലതാണ്, വാഹനവുമായി ബന്ധപ്പെട്ട മേഖലകൾ നല്ലതാണ്, കച്ചവടമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ നല്ലതാണ്, കലാപരമായ മേഖലകൾ നല്ലതാണ്. ഇവർ വിശേഷ ബുദ്ധിയുള്ളവർ തന്നെയാണ്. ഇവരുടെ ജീവിതത്തിൽ പല പിടിവാശികളുമാണ്. പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ചിലർക്കെങ്കിലും, എല്ലാവർക്കും ആണെന്നല്ല. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, ഇവരുടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാലിന് ചെറിയ ഒരു പോരായ്മകളുണ്ടാകാം. അത് എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, ചിലർക്കെങ്കിലും അത് ആവർത്തിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കാല് ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുളിമുറി തെന്നി വീഴുന്നതായിരിക്കാം. കാലിനൊരു പോരായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അലട്ടിക്കൊണ്ടിരിക്കും. ഞാനൊരു കാര്യം പറയുന്നത്, അത് ചുമ്മാ നാൾ പറയാൻ നമുക്ക് അതൊന്നും അല്ല ഈ പറയുന്നത്. അതാണ് കാരണം ആ ഓരോ ശ്വാസവും ആ ഭഗവാനെ ജപിച്ചുകൊണ്ടായി പറയുന്നത്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇന്നേ വരെ വീഡിയോ ചെയ്തിട്ടില്ല, ആത്മാർത്ഥമായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം വേറെ ആരും പറഞ്ഞു തരത്തുമില്ല, അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വിശാഖത്തിന് നിങ്ങൾ ചെക്ക് ചെയ്തു, കാലിന് ഏതെങ്കിലും പോരായ്മകൾ കാലിനുണ്ടായിക്കഴിഞ്ഞാൽ അത് മാറാൻ നിശ്ചിത ഒരു ജീവിതം മുഴുവൻ അതിൻ്റെ ഒരു അലട്ട അത് ഒന്ന് ശരിയായിട്ട് വരാൻ ചിലപ്പം കാലതാമസം എടുക്കുക. എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നല്ല, ചിലർക്കെങ്കിലും ശ്രദ്ധിക്കുക നല്ലതാണ്. അപ്പോൾ അവരുടെ ദാമ്പത്യം ശ്രദ്ധിക്കണം. പിന്നെ ഈ കാലിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ കാലിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ കണ്ണടച്ചുകൊണ്ട് പറയാം എന്ത് ചെയ്യണം. നമ്മൾ എല്ലാം ചെയ്തിട്ടൊന്നും കാര്യമില്ല, രക്ഷപ്പെടാനുള്ളൊരു കാര്യമുണ്ട്, അത് ചെയ്യണം. കൃഷ്ണൻ മുരുകൻ വഴിപാട് ചെയ്തു, ആ വ്യക്തി രക്ഷപ്പെട്ടിരിക്കും. മുരുകന് പഞ്ചാമൃത അഭിഷേകം, അത് കർത്തവാവ് കഴിഞ്ഞത് ചൊവ്വാഴ്ച രാവിലെ ചെയ്യുക. മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. കൃഷ്ണന് വ്യാഴാഴ്ച ഒരു നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പാൽപ്പായസവും ചെയ്യുക, ആവർത്തിക്കുക. ഇനിയിപ്പം കൃഷ്ണന് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരെണ്ണമെങ്കിലും മേടിച്ചു കൊടുക്കുക. കൃഷ്ണക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ
എന്തെങ്കിലും സേവനങ്ങളോ അവിടുത്തെ പുനരുദ്ധാരണത്തിന് എന്തെങ്കിലും സഹായങ്ങളോ അതുകൂടി ചെയ്താൽ ഈ വിശാഖം നാളുകാർ പെട്ടെന്ന് ജീവിതത്തിൽ മാറും. പിന്നെ അതുപോലെ ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രങ്ങൾ, ഒരുപാട് ജനങ്ങൾ വരുന്ന ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രങ്ങൾ ദർശനം നടത്തുക. പെട്ടെന്ന് ഇവരുടെ ജീവിതം മാറും, പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുമെന്നുള്ളതാണ്. ഇനി അശ്വതി നാളുകാർക്ക് ചിലപ്പോൾ എല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഒരു മധ്യഘട്ടം കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഒന്നുമില്ല, എല്ലാം ഉണ്ടെങ്കിലും എന്നാൽ ഒരു അനുഭവത്തിൻ്റെ ഒരു കുറവ് ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ അതിന് അവർ ഭദ്രകാളി കുടുംബദേവത അവരുടെ കുടുംബദേവത കാണുമല്ലോ, ആ ദേവതാ പ്രീതി വരുത്തിയ ഒരു കുഴപ്പമില്ല. പലപ്പോഴുമൊക്കെ പോയി സ്വന്തം കൈകൊണ്ട് അവിടെ എണ്ണാമാല, അർച്ചന, ഇഷ്ടനിവേദ്യം ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോരുക. ഇത് ആവർത്തിക്കണം മാസത്തിൽ 1 വീതം. വളരെ മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ്. ഭരണി നക്ഷത്രക്കാരും ജീവിതത്തിൽ അവർക്കൊരു ജീവിതത്തിൻ്റെ ഒരു മധ്യഭാഗം വരെ ചിലപ്പം വലിയ കുഴപ്പം കാണത്തില്ല ചിലർക്ക്. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പ്രതിസന്ധികളിലേക്ക് ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധികൾ, എല്ലാവർക്കും അങ്ങനെയാണെന്ന് അതിൻ്റെ അർത്ഥമില്ല കേട്ടോ, ചിലർക്കെങ്കിലും. അപ്പം ഒരു ജീവിതത്തിൽ ഒരു ചെറിയ ഒരു പ്രതിസന്ധികളിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു നക്ഷത്രം തന്നെയാണെന്ന്, എല്ലാവരും അങ്ങനെ ആണെന്നല്ല. ഈ പറഞ്ഞ എല്ലാ നക്ഷത്രവും ജനിച്ച സമയം വെച്ച് പലരും ഇത് വ്യത്യാസം വരും. ജനിച്ച സമയം വെച്ച് ഇതൊക്കെ വ്യത്യാസം വരാം. പലരും പല സമയം, ജനിച്ച സമയം നല്ലതാണെങ്കിൽ ഇതൊക്കെ വ്യത്യാസം വരും. നാൾ വെച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ചിലർക്കെങ്കിലും അത് അനുഭവമാകാം. പിന്നെ അറിയുന്നതുകൊണ്ട്, ശ്രദ്ധിക്കുന്നതുകൊണ്ട്, ചെയ്യുന്നതുകൊണ്ട് നല്ലത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഈ നക്ഷത്രം എല്ലാം പറയുന്നത്. ഇപ്പം ഭരണി അവർ ഭദ്രകാളിക്ക് വഴിപാട് ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റം വരും എന്നുള്ളത് തന്നെയാണ്. ഭദ്രകാളിക്ക് ഇഷ്ടനിവേദ്യം കടുംപായസം കൊടുക്കുക. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ച ഭഗവതി സേവ വൈകുന്നപാട് ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊടുക്കുക. രാവിലെ കടുംപായസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക. വെള്ളിയാഴ്ച കടുംപായസവും ചെമ്പരത്തിമാലയും കൊടുക്കുക. ഇതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു നക്ഷത്രം. അപ്പം ഭരണി നക്ഷത്രക്കാർക്ക് അത് ചെയ്യുന്ന നല്ലതായിരിക്കും. പിന്നെ കുടുംബദേവതയുടെ ഇവരുടെ കുടുംബദേവത, അച്ഛൻ്റെ അമ്മയുടെയും കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് വീട്ടിൽ ഇരുന്ന കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുമോ, അല്ലെങ്കിൽ കേട്ടാൽ കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുമോ? ഇല്ല. അവനവൻ മെനക്കെട്ട് പോയി കുടുംബദേവതാ ക്ഷേത്രത്തിൽ പോയി മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ആ കുടുംബദേവതയ്ക്ക് ഇഷ്ടനിവേദ്യം, എണ്ണാമാല, അർച്ചനയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്ത് അത് സാധിക്കുന്ന പോലെ മാസം 1 വീതം ആവർത്തിക്കണം. എന്നോട് പണ്ട് വാട്സപ്പിൽ, പണ്ടല്ല കുറച്ച് ദിവസം മുമ്പ് എന്നോട് ഒരാൾ വാട്സപ്പിൽ ചോദിച്ചാൽ അവർക്ക് സ്ഥലവും വീടും വിൽക്കണം. അപ്പോൾ ഞാൻ വീഡിയോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഭദ്രകാളിക്ക് ചില വഴിപാട് ചെയ്ത് പല വീടുകളിൽ സ്ഥലവും വീടും വിറ്റ് പോയ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് ഇത് വിൽക്കാൻ വേണ്ടി ഞാനൊരു ക്ഷേത്രത്തിലേക്ക് വഴിപാട് പറയുന്നത്, അവിടെ വരാൻ അവർക്ക് ദൂരക്കൂടുതലാണ്. വരാൻ പിന്നെ പൈസ എൻ്റെ തരുവാണെങ്കിൽ ഞാൻ ചെയ്യുവാണ് ഉപകാരമായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ ഒന്നും തരണ്ട, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ചെയ്താൽ മതി, ഇല്ലേ വേണ്ട എന്ന് പറഞ്ഞ പോലെ നമ്മളൊന്നും മെനക്കെട്ട് പോയി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ആദ്യം, ഇപ്പോൾ ഒരാളോട് ഒരു വഴിപാടിന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എത്ര തവണ ചെയ്യണമെന്ന്, എത്ര തവണ ചെയ്യണമെന്ന് ആദ്യം ചോദിക്കുന്ന കാര്യം. എന്നാൽ എനിക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ്. അപ്പം ഞാനത് എനിക്കൊരു പ്രയോജനം ഉണ്ടായാൽ ഞാനത് എത്ര വേണമെങ്കിലും ചെയ്യാൻ എനിക്ക് മടിയില്ല എന്ന ചിന്താഗതിയല്ല. എത്ര തവണ എന്നിട്ട് ചെയ്തിട്ട് വേറെ പരിപാടിക്ക് പോകണം, അല്ലെങ്കിൽ ചെയ്ത് നിർത്തിയിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അടുത്ത സാമ്പത്തിക അബദ്ധങ്ങളിൽ പോയി ചാറണം. ഞാൻ അങ്ങനെയുള്ളവരോടൊന്നും പറയാറില്ല. നിങ്ങൾക്ക് പിന്നെ ആവർത്തിക്കാൻ മനസ്സില്ലെങ്കിൽ ആവർത്തിക്കേണ്ട. കാരണം ഈ ഒരു 7 വെള്ളിയാഴ്ച ചെയ്യാൻ ഒരു പേപ്പർ എടുത്തിട്ട് 7 വെള്ളിയാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുക്കാൻ ദേവിയെക്കാട്ടിൽ വലിയ ആളല്ല ഞാൻ. 7 വെള്ളിയാഴ്ച ഞാനൊരു കണക്കിട്ട് കൊടുത്താൽ അതിൽ ചെയ്യാനിരിക്കുന്നതല്ല ദേവി. ഞാൻ ദേവിയുടെ ദാസനാണ്. എനിക്ക് അങ്ങോട്ട് കണക്കിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ദേവിയെ തീരുമാനിക്കുന്നത് എപ്പോൾ അനുഗ്രഹിക്കണമെന്നുള്ളത്. ഞാൻ സാധിക്കുന്ന പോലെ ആവർത്തിക്കാനേ പറയാറുള്ളൂ. അത് അവനവന് ആവശ്യമുണ്ടെങ്കിൽ അതായിരുന്നു ശരി. കാരണം ദേവിയെ തീരുമാനിക്കുന്നത് എപ്പോഴാണ് വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന്. അല്ലെങ്കിൽ ഇന്ന ആൾ 7 വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു, ആ വെള്ളിയാഴ്ചക്കുള്ളിൽ ഞാൻ നിയമിച്ചിരിക്കുന്ന ആളൊന്നുമല്ല ആ സമയത്തിനുള്ളിൽ അനുഗ്രഹിച്ചുകൂടാൻ. ദേവി ദാസനാണ് ഞാൻ. അപ്പോൾ ഞാൻ അതിനപ്പുറമല്ല, ഇപ്പുറമാണ്. അതുകൊണ്ട് കണക്കിടാൻ ഞാൻ ആളല്ല. അതുകൊണ്ടാണ് ആവർത്തിക്കണമെന്ന് പറയുന്നത്. ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തവരൊക്കെ എൻ്റെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കുറേ മനസ്സിലാകുന്നുള്ളൂ. ഇതെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത്. നിങ്ങൾക്ക് ഗുണമുണ്ടാകാനുള്ള കാര്യങ്ങൾ, അല്ലാതെ ചുമ്മാ പോയി വഴിപാട് ചെയ്തുകൊണ്ടോ ഒരു കണക്ക് ചെയ്ത് നിർത്തിയോണ്ടോ ഒന്നും കാര്യമില്ല. സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 7 വെള്ളി 9 വെള്ളി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വെള്ളിയാഴ്ച ചിലപ്പം ചെയ്താൽ നിങ്ങളുടെ കർമ്മദോഷം മാറണമെന്നില്ല.
നിങ്ങളുടെ ജന്മങ്ങളായിട്ടുള്ള പല കർമ്മദോഷങ്ങൾ കാണും. അത് ചിലപ്പോൾ ചിലർക്ക് കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി ചെയ്താൽ ചിലപ്പം ദേവി വലിയ അനുഗ്രഹം തരാനായിരിക്കും ഇരിക്കുന്നത്. പഠിക്കൊണ്ട് കല ഉടയ്ക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദേവിക്ക് ആരും കണക്കിട്ട് കൊടുക്കാൻ ആരും ആളല്ല. ഞാനാളല്ല, എൻ്റെ കാര്യമോ പറഞ്ഞ് നമുക്കതിനുള്ള അറിവുമില്ല. ഞാൻ സാധിക്കുന്ന പോലെ ആവർത്തിക്കാനാണ് പറയുന്നത്. കാരണം ദേവിയാണ് തീരുമാനിക്കേണ്ടത്. ആ ദേവതയല്ല, ശിവനല്ല, ആ ദേവതയാണ് തീരുമാനിക്കുന്നത് ഇവനെ എപ്പോൾ അനുഗ്രഹിക്കണം എന്നുള്ളത്. ആ സമയം എത്തുമ്പോഴേ അനുഗ്രഹിക്കത്തുള്ളൂ. അല്ലാതെ എത്ര കരഞ്ഞു പറഞ്ഞാലും നമ്മുടെ സമയമാകുമ്പോൾ അത് ഈശ്വരനെ അറിയാം. അപ്പോഴത് മനസ്സിലാക്കുക. നിങ്ങൾ ആ ശരിയായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വഴിപാട് ചെയ്യുക. നിങ്ങളുടെ ജീവിതം മാറും. അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊരു കാര്യമില്ല. അവിടെ അങ്ങനെയുള്ള നക്ഷത്രമാണ് ഇനിയും പറയാൻ പോകുന്നത്. ഈ അല്പം ഉയർച്ച ഉണ്ടാകും, പിന്നെയും താഴ്ച ഉണ്ടാകും. ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്ഥിരമായിട്ടൊരു ഉയർച്ചയല്ല, സ്ഥിരമായിട്ട് ചില താഴ്ചയല്ല, വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകും. അങ്ങനെയുള്ള ഒരു നക്ഷത്രക്കാരുണ്ട്. അതിൽ വരുന്നതാണ് ഉത്രട്ടാതി, പൂരുരുട്ടാതി, ആയില്യം. ആയില്യങ്കാർ പിന്നെയും ചിലപ്പോൾ ഇച്ചിരി ഉയർച്ചയിലേക്ക് പോകാറുണ്ട്. അത് സർപ്പത്തിനും ഒക്കെ വഴിപാട് ചെയ്താൽ കുറച്ച് ഡെവലപ്മെൻറ്റിലേക്ക് പോകും. എങ്കിലും ഉയർച്ച താഴ്ചകൾ അവരെ ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ തിരുവോണം, അവിട്ടം, ചതയം, ഈ നാളുകാർ, മകം, ഈ നാളുകാർ, ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ ഇങ്ങനെ എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഇവർക്കൊരു പരിധി കൂടുതൽ ഉയർച്ചയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബദേവതയുടെ അനുഗ്രഹം. പെട്ടെന്നൊരു ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു പരിധി കൂടുതൽ ഉയർച്ചയിലേക്ക് പോകും, വലിയ താഴ്ചയിലേക്ക് പോകത്തുമില്ല. പിന്നെ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ആറാട്ട് പോയി തൊഴണം. ഉറപ്പായിട്ട് രക്ഷപ്പെടും. ആറാട്ട് പോയി തൊഴുക എന്ന് പറഞ്ഞാൽ ആറാട്ട് പോയി തൊഴണം. അല്ലാതെ ക്ഷേത്രത്തിൽ പോയി നാട്ടുകാരെയും വീട്ടുകാരെയും കണ്ട് വർത്താനം പറഞ്ഞു നിന്ന് ആറാട്ട് സമയത്ത് വർത്താനം പറഞ്ഞു നിന്നാൽ എത്ര ആറാട്ട് കൊടുത്താലും കാര്യമില്ല. കഥ പറയാൻ വേണ്ടി പോയിട്ടൊരു കാര്യമില്ല. ദേവിയെ ആ ക്ഷേത്രക്കുളത്തിൽ ആറാടിക്കുന്ന കണ്ട് ഇങ്ങനെ കൈ ഇവിടെ വെക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ അതിൻ്റെ എല്ലാത്തിനും മുകളിലാണ് ദേവി. ആ അമ്മയെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ അടുത്ത ആറാട്ടിനിപ്പുറം അവരുടെ ജീവിതത്തിൽ ദേവി ഉയർച്ച ഉണ്ടാക്കും. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ്? ഉത്രട്ടാതി, പൂരിരട്ടാതി, ആയില്യം, തിരുവോണം, അവിട്ടം, ചതയം, മകം. ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച്. പിന്നെ എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഒരു ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നു. അപ്പം നല്ല രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക് ഇച്ചിരി ഉയർച്ച ഉണ്ടാകും. പിന്നെ എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാം. ഇത് എല്ലാവർക്കും ചെയ്താലും നല്ല കാര്യം തന്നെയാണ്. അപ്പം അത് ഒന്ന്. രണ്ട്, കുടുംബദേവതയുടെ അച്ഛൻ്റെ അമ്മയുടെയും കുടുംബദേവതയുടെ ക്ഷേത്രത്തിൽ പോയി അവിടെ വഴിപാടുകൾ ചെയ്യണം. ഇഷ്ടനിവേദ്യം, എണ്ണാമാല അർച്ചന, ഒരു ഓട്ടുവിളക്ക് മേടിച്ച് കടയിൽ നിന്ന് മേടിച്ച്, അതായത് ക്ഷേത്രത്തിൽ കിട്ടുന്നതല്ല, കടയിൽ നിന്ന് മേടിച്ച് 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ച് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞൊരു മലയാള മാസം ആദ്യ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ആദ്യ ചൊവ്വാഴ്ചയോ ഏതെങ്കിലും ഒന്ന് നടക്കി വെച്ച് പ്രാർത്ഥിക്കണം. എണ്ണാമാല അർച്ചന, ഇഷ്ടനിവേദ്യം നൽകണം, പിടിപ്പണം സമർപ്പിക്കണം. ഇത് ഒരു തവണയെങ്കിലും ചെയ്യുക. പിന്നെ സാധിക്കുന്ന പോലെ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച വീതം ഓട്ട് വിളക്കൊഴിച്ച് ബാക്കിയുള്ളത് ആവർത്തിക്കുക. ഇനിയും ആദ്യമായിട്ട് ഇത് മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരുന്ന ശനിയാഴ്ച അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വൈകുന്ന പാട് ഒരു ഓട്ട് വിളക്ക് കടയിൽ നിന്ന് മേടിച്ച് 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ച് ശിവഭഗവാനോട് എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ, എനിക്ക് സമ്പത്ത് നൽകണേ, അന്നത്തേക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ച് നടക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ. ചെയ്ത് നോക്കപ്പോൾ അറിയാം. പറഞ്ഞ് മനസ്സിലായി. നമുക്കിപ്പം നാളുകൾ കാണാൻ പഠിച്ചു പറയുന്നതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് ചെയ്ത രക്ഷപ്പെട്ട ജീവിതം മാറിയ വലിയ സമ്പന്നരായ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ പറയുന്ന കാര്യം ഇതിൻ്റെ മൂല്യം അളക്കാൻ പറ്റത്തില്ല. ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഇതൊക്കെ ഇതാണ് നക്ഷത്ര രഹസ്യങ്ങൾ. അല്ലാതെ ചുമ്മാ കുറേ നക്ഷത്രക്കാർ അതുണ്ടാകും ഇതുണ്ടാകും എന്നൊന്നും അങ്ങനൊന്നും അല്ല. അവർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത്. അവർക്ക് ചില കഴിവുകളുണ്ട്, ചില യോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ഉയർച്ചയിലേക്ക് വരാനുള്ള പ്രത്യേക കഴിവുകളുണ്ട്. അതവർക്ക് അനുഭവത്തിൽ വരുന്നില്ലെങ്കിൽ അതിനേതെങ്കിലും കാരണം കാണും. അതിന് വേണ്ട വഴിപാടുകൾ ചെയ്യുമ്പോൾ ആ ഉയർച്ചയിലേക്ക് വരും. അത്രയുള്ള, അല്ല വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്കിതെന്നും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് എന്നും. അപ്പം
ഞാനിനിയും അവധൂത രഹസ്യം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. അവധൂത രഹസ്യം അതൊരു വലിയൊരു കാര്യമാണത്. സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. ഗുരുക്കന്മാർക്ക് കർമാസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ, കർമാസിനെ കുറച്ചൊക്കെ നിർവീര്യമാക്കാൻ പറ്റും. കുറച്ചൊക്കെ കർമ്മങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. കുറച്ച് നമുക്ക് ജപം, ധ്യാനം, പ്രാർത്ഥന, നമ്മുടെ പ്രവൃത്തി, ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടൊക്കെ നമുക്ക് കർമ്മങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാൻ, നിർവീര്യമാക്കാൻ പറ്റും. കുറച്ച് നമ്മൾ അനുഭവിച്ച് തീർക്കുക തന്നെ വേണം. ഇതൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ എന്തൊരു ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. അല്ലാതെ ചുമ്മാ ഈ ശരിയായിട്ടൊരു കാര്യം മനസ്സിലാക്കാതെ പല കാര്യങ്ങളും ഓടി നടന്ന് ചെയ്താൽ സമയവും വേസ്റ്റാകും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫലം ഉണ്ടാകണമെന്നില്ല. എന്തിന് ക്ഷേത്രത്തിൽ പോകണം, എന്ത് വഴിപാട് ചെയ്യണം, അത് എന്തുകൊണ്ട് ചെയ്യണം, കർമ്മം കുറച്ചെങ്കിലും അനുഭവിച്ച് തീർക്കണം. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. കുറച്ച് അനുഭവിച്ച് തീർത്താൽ പറ്റത്തുള്ളൂ. അതിനെ അംഗീകരിക്കുക. കുറച്ച് നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് നമ്മൾ വഴിപാടുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ജപത്തിലൂടെയും ദാനത്തിലൂടെയും ഗുരുക്കന്മാർ അനുഗ്രഹത്തിലൂടെയും ഒക്കെ മാറ്റണം. അപ്പോൾ എത്ര മനസ്സിലാക്കിയാൽ തന്നെ നമുക്കൊരു ധാരണയായി നമുക്ക് എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ജീവിതം എന്നേക്കുമായി മാറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാലാകുന്ന രീതിയിൽ പരമാവധി നല്ല രീതിയിൽ പറഞ്ഞുതരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ലളിതമായി എതിരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അറിവുകളും എൻ്റെ അനുഭവങ്ങളും ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയുക, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എല്ലാം എൻ്റെ അനുഭവങ്ങളാണ്, ഞാൻ കണ്ട ജീവിതങ്ങളാണ്, അല്ലെ എൻ്റെ അനുഭവങ്ങളാണ്, എൻ്റെ അഭിപ്രായങ്ങളാണ്. അങ്ങനെ മനസ്സിലാക്കുക. ഇതെല്ലാം പൊതുഫലങ്ങളാണ്. ഒരാൾ ജനിച്ച സമയമനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരാം. നാളെ അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നുമില്ല, ചിലർക്കെങ്കിലും അനുഭവം വരാം. പിന്നെ ഇത് അറിയുന്നത് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവ.